വൈകുന്നേരം പാത്തു സ്കൂൾ വിട്ട് വന്നപ്പോൾ പാത്തുവിൻ്റെ ഫ്രണ്ടൊക്കെ തിരുപ്പതിക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ തിരിച്ച് വന്നപ്പോൾ കുറച്ച് ലഡു പാത്തുവിൻ്റെ കൊടുത്തു വിട്ടു. അപ്പോൾ ആ ലഡു കുറച്ചായിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പ്രസാദമാണല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ ഇതാ ഏത്തയ്ക്ക ബോളി ഉണ്ടാക്കുകയാണ് പാത്തുവിനും തനുവിനും കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏത്തയ്ക്ക ബോളിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് പാത്തു ആണെങ്കിൽ കുറച്ച് കേക്ക് ഇരിക്കുന്ന എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തനുവിനും വേണം. അപ്പോൾ തനുവിന് കൊടുത്തു. പിന്നെ അടുത്തത് കൊടുക്കാൻ താമസിച്ചപ്പോഴത്തേക്കും കണ്ടോ പാത്തുവിനെ പോര് കുത്തുവാണ്, അടിക്കുകയും ഞുള്ളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് പാത്തു തനുവിനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഈ മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം പാല് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കഫക്കെട്ടായതുകൊണ്ട് പാല് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് അമ്മ പാല് കൊണ്ടു തന്നാണ്. അത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്തുവാണെങ്കിൽ തനുവിനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എടുത്തുകൊണ്ട് നടന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ താഴെ നിർത്താൻ നോക്കിയത് കണ്ടില്ലേ, 2 കാലും നിലത്ത് കുത്താതെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കരയും കേട്ടോ. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിലത്തോട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കോൾഡ് കുറവില്ല കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ട് ആകെ ബുദ്ധിമുട്ടായിരിക്കുന്നത്. അങ്ങനെ പാത്തു അത് കഴിച്ചുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്കും പൊന്നും തങ്കും കൂടെ വീഡിയോ കോൾ ചെയ്തായിരുന്നു. അപ്പോൾ അവരെയും കണ്ട് സംസാരിച്ചുകൊണ്ട് ഏത്തയ്ക്കാബോളിയും ചായയൊക്കെ കഴിക്കുകയായിരുന്നു എല്ലാവരും കൂടെ. അത് കഴിഞ്ഞ് പിന്നെ പാത്തുവിനെ ട്യൂഷന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ എനിക്ക് മുളക് കാപ്പി ഇടുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ തൊട്ട് നെയ്ബറായിട്ടുള്ള വനജ ആൻറ്റി കുറച്ച് നമ്മുടെ പനിക്കൂർക്ക ഉണ്ടല്ലോ അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കാപ്പി ഇട്ട് കൊടുക്കാനും പറഞ്ഞു അമ്മയുടെ കയ്യിൽ. അപ്പോൾ ആ ഇലയും പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അമ്മ എനിക്ക് നല്ല ചൂടുള്ള എരിവുള്ള കാപ്പി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പാത്തുവിനെ പഠിപ്പിക്കാനിരുന്നു. പാത്തുവിന് നാളെ തൊട്ട് എക്സാം തുടങ്ങുകയാണേ, മന്ത്ലി അസസ്മെൻ്റ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവളെ പഠിപ്പിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ദിനു ഓഫീസിൽ നിന്ന് വന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തനു ആണെങ്കിൽ തുള കയറിയിരുന്നങ്ങ് കൊഞ്ചുവാണേ. പിന്നെ ദിനു ആണെങ്കിൽ മുട്ടയൊക്കെ പുഴുങ്ങി വെക്കാൻ പറഞ്ഞിരുന്നു. ദിനുവിൻ്റെ ഒരു സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ട്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദിനു അതിനിടയ്ക്ക് അവളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പാ എന്നും പറഞ്ഞ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉഷാമ്മയാണെങ്കിൽ ചേന അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കൈ ചൊറിയുന്നെന്നും പറഞ്ഞ് കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ തൂക്കുകയാണ്. അപ്പോൾ ഇതാ അങ്ങനെ ദിനു ആണെങ്കിൽ മുട്ടക്കറിയും റെഡിയാക്കുന്നു. ഞാൻ പാക്കറ്റ് പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ആ പൊറോട്ടയൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ പാക്കറ്റ് പൊറോട്ടയും ഈ ഒരു മുട്ടക്കറിയും പിന്നെ അതുപോലെ സാമ്പാറുമാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നറ്. വല്ലപ്പോഴും ഒക്കെ ഒരു പാക്കറ്റ് പൊറോട്ട മേടിക്കും. അപ്പോൾ അന്നേരം ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കി അത് കൂട്ടി കഴിക്കും കേട്ടോ. അങ്ങനെ പൊറോട്ട ഉണ്ടാക്കി കറി റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും തനുവിനെ ദിനു ഒന്ന് ഉറക്കുകയാണ്. അവൾക്ക് നല്ല ഉറക്കം വന്നിട്ട് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പൊറോട്ടയൊക്കെ ഒന്ന് നമ്മൾ നടിച്ചെടുക്കുകയാണ്. ചുട്ട് വെച്ചതെല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് നടിച്ചെടുത്ത് നമ്മളിതാ കാസറോളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മയാണെങ്കിൽ ആ സമയം കൊണ്ട് പോയി പാത്തുവിനെ ഉറക്കാനായിട്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാവിലെ എണീക്കാനായിട്ട് മടിയാവും. അങ്ങനെ 2 പേരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അമ്മമാർ പാത്രങ്ങളെല്ലാം കഴുകി കിച്ചണെല്ലാം നീറ്റാക്കിയിട്ടാട്ടോ കിടക്കുന്നത്. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.